ഹലോ, നമ്മൾ അങ്ങനെ റോക്ക്ഫോർഡ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ഈ ഫ്ലൈറ്റിലാണ് കേട്ടോ അടുത്ത സ്ഥലത്തേക്ക് പോകുന്നത്. ഡെസ്റ്റിനേഷൻ ഞാൻ പറയാം. പിന്നെ ഇവിടെ ഇരുന്നപ്പോൾ ഈ രണ്ട് ജയൻസിനെ കണ്ടു. ഒരാൾ പറന്നു പൊങ്ങുന്നു, മറ്റൊരാൾ പറന്നിറങ്ങുന്നു. അങ്ങനെ ഞങ്ങൾ ഡെസ്റ്റിനേഷനിലേക്ക് എത്തി. ഈ ഡെസ്റ്റിനേഷനിലെ ട്രാവൽ പാർട്ട്ണറാണ് ഫോർഡ് മസ്താങ് കൺവേർട്ടബിൾ. അങ്ങനെ കാറിൽ കയറി പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഇതുപോലെ നീലാകാശവും ആകാശം നിറയെ ക്ലൗഡ്സും കാണുന്നത്. പിന്നെ അവിടുന്ന് പോകുന്ന ഡെസ്റ്റിനേഷൻ നോക്കിയേ, വേൾഡ്സ് മോസ്റ്റ് ഫേമസ് ബീച്ചായ ഡെയ്റ്റോണ ബീച്ചിലേക്കാണ് ഇന്നത്തെ ഞങ്ങളുടെ യാത്ര. എന്താണ് ഈ ബീച്ച് ഫേമസ് എന്നല്ലേ? എല്ലാ വർഷവും ഇതുപോലെ ഒരു റേസ് ഈവൻറ്റ് ഇവിടെ നടക്കാറുണ്ട്. അപ്പോൾ ഞങ്ങൾ ഏത് സ്ഥലത്ത് പോകുമ്പോഴും മോസ്റ്റ്ലി ഞങ്ങൾ റോഡ് ട്രിപ്സ് ആണ് പ്രിഫർ ചെയ്യുക. അതിനൊരു കാരണമുണ്ട്. നമ്മൾ ഈ ഫ്ലൈറ്റിൽ കയറി പോകുമ്പോഴേ 3-4 മണിക്കൂർ നമ്മളിങ്ങനെ അതിനകത്തിരിക്കുക, ആകാശത്തെ ക്ലൗഡ്സൊക്കെ മാത്രമാണ് നമുക്ക് കാണാൻ പറ്റുക. പക്ഷേ നമ്മൾ റോഡിലൂടെ പോകുമ്പോൾ ഈവൻ ദോ ഇറ്റ് ഇസ് എ ടയറിങ് ഡ്രൈവ്, നമുക്ക് സൈഡിൽ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ടാവും. ഇതുപോലെ നീലാകാശമൊക്കെ കണ്ട് സൈഡിലുള്ള ബിൽഡിങ്സ് ഒക്കെ കണ്ട് ഇനി അടുത്ത ട്രിപ്പ് എങ്ങോട്ട് പോകണമെന്നും ഈ യാത്രയിലുണ്ടായ പാളിച്ചകളൊക്കെ പരിഹരിക്കണമെന്നും ഒക്കെ ആലോചിച്ച് ഡിസ്കസ് ചെയ്ത് ഒക്കെ ആ വൈബ് ഒന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വൈബാണ് കേട്ടോ. ഇതിങ്ങനെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. അത് ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു കൺവേർട്ടബിൾ ആയിട്ടുള്ള കാറിൽ പോകുന്നത്. അതിൻ്റെ ഫീൽ ഒന്ന് വേറെ തന്നെയാണ്. എക്സൈറ്റ്മെൻറ്റ് കാരണം മ്യൂസിക്കൊക്കെ കുറച്ച് ലൗഡായിട്ട് വെച്ച് ഞങ്ങളിങ്ങനെ പതിയെ ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിങ്ങനെ മേളിൽ ഇടയ്ക്കിടയ്ക്ക് നോക്കുമ്പോഴും ഇങ്ങനെ കാറ്റടിച്ച് നമ്മുടെ മുടിയൊക്കെ പറക്കുന്നതൊക്കെ കാണുമ്പോഴും ഒക്കെ നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അതിന് ശേഷം ഞങ്ങൾക്ക് തോന്നി, സ്ഥലം എത്താറായോ എന്നൊക്കെ ഞങ്ങൾ ചിന്തിച്ച് പെട്ടെന്ന് റൂട്ടൊക്കെ നോക്കി ഒക്കെ വന്നപ്പോഴത്തേക്കിനും ഞങ്ങൾക്ക് മനസ്സിലായി നമ്മളിതേ ഇപ്പം എത്തും എന്ന് മനസ്സിലായി. എത്തിയിരിക്കുന്നല്ലോ, നമ്മുടെ ഡെയ്റ്റോണ ബീച്ചിൻ്റെ അകത്തേക്ക് നമ്മൾ എൻ്റർ ആയേക്കുന്നു. ഇതൊരു ഡ്രൈവ് വേ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതിനകത്തൂടെ ഞങ്ങൾ ഡ്രൈവ് ചെയ്ത് പോയപ്പോഴത്തേക്കിനും ഇതേപോലെ ഒരു ലൊക്കേഷനിലേക്ക് എത്തി. ഇതായിരുന്നു ഡെയ്റ്റോണ ഇൻ്റർനാഷണൽ സ്പീഡ് വേ. ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. അങ്ങനെ വെളിയിലോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കിനും ഈ ആമസോണിൻ്റെ ട്രക്ക് ശ്രദ്ധയാകർഷിച്ചു. കണ്ടൻസ് മേക്കേഴ്സ് ഹാപ്പിനെസ് ഉണ്ടാവാൻ വലിയ ചിലവൊന്നുമില്ല. നമ്മൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തിയാൽ മതി.